Nano clay, the liquid turning desert to farmland. റേച്ചൽ ലോവലിൻ്റെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ഹൗ നാനോ ക്ലേ ടെക്നോളജി ടേൺസ് ഡിസേർട്ട് ലാൻഡ് ടു ഫാം ലാൻഡ്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ലെറ്റ്സ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഹിയർ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ സെമിസ്റ്ററിൽ നമ്മൾ പാരഗ്രാഫ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് ആർ ഡിസ്കസ്ഡ്. കാരണം ഷോർട്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല. So 9th one, consequences of Aswan Dam and the development of nano clay. അപ്പോൾ അസ്വാൻ ഡാം ഉണ്ടായെന്ന് പറഞ്ഞു ഈജിപ്തിൽ അല്ലേ, അങ്ങനെയാണ് നാനോ ക്ലേനെ പറ്റിയിട്ട് അവർ ചിന്തിച്ചത് സയൻറ്റിസ്റ്റുകൾ. അതിനെ പറ്റിയിട്ട് അതിൻ്റെ അസ്വാൻ ഡാമിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു. The Aswan Dam, built in the 1960s, changed Egyptian agriculture by controlling the flooding of the Nile. ഇപ്പം നൈലിലെ വെള്ളപ്പൊക്കം തടയാനാണ് ഈ അണക്കെട്ട് ഈജിപ്തിൽ ഉണ്ടാക്കിയത്. While this helped regulate water for farming, it also stopped the natural deposit of nutrient-rich clay on farmland. പക്ഷേ അത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം എക്കൽ മണ്ണൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ വളരെ ഫലഭൂയിഷ്ടമാവും, കരയൊക്കെ അതങ്ങനെ നദീതടത്തിൽ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ വെള്ളപ്പൊക്കം ഇല്ലാതെയായപ്പോൾ എന്താ ഉണ്ടായത്, ഇങ്ങനെ ഫാം ലാൻഡുകളൊക്കെ ഇല്ലാതെയായി. Then it also stopped the natural deposit of nutrient-rich clay on farmland. Over time, the soil lost fertility, leading to reduced crop production. അല്ലേ, അപ്പോൾ ഫെർട്ടിലിറ്റി ഇല്ലാതെയായി, അതായത് അതിൻ്റെ ഫലഭൂയിഷ്ഠത ഇല്ലാതെയായി. Farmers had to rely on chemical fertilizers, which increased the cost and harmed the environment. പിന്നെ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും രാസവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അത് പ്രകൃതിക്കും കേടാണ്, അതുപോലെ തന്നെ വളരെ വില കൂടിയതുമാണ്. To solve this, scientists developed soil recovery methods like nano clay. അങ്ങനെയാണ് നാനോ ക്ലേ എന്നുള്ള ടെക്നോളജി വന്നത്. Nano clay mimics the natural process of the Nile by binding tiny clay particles to sandy soil, helping it retain water and nutrients. അല്ലേ, അപ്പം ആ മെത്തേഡിലൂടെ എന്താ ചെയ്തത്, ബൈൻഡിങ് ടൈനി ക്ലേ പാർട്ടിക്കിൾസ് ടു സാൻഡി സോയിൽ, സാൻഡും അതുപോലെ തന്നെ ക്ലേയും കൂടെ മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാണ്, ന്യൂട്രിയൻസ് ഉള്ള ഒരു മണ്ണാക്കി മാറ്റുകയാണ്. This technology has been tested in desert regions like the UAE, where it has successfully turned barren land into fertile farms. അപ്പോൾ നമുക്കറിയാം UAE-ലൊക്കെ ഡെസേർട്ടുകൾ ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഡെസേർട്ടിനെ ഫെർട്ടൈൽ ഫാമാക്കി മാറ്റാൻ ഈ ടെക്നോളജിക്ക് പറ്റിയിട്ടുണ്ട്. Although nano clay is expensive and needs to be reapplied every few years, it offers a promising solution to improve soil health and restore agricultural productivity in dry regions like Egypt. അപ്പോൾ അത് വളരെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം എല്ലാ വർഷവും മാറ്റണം, എല്ലാ വർഷവും നമ്മൾ ക്ലേ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് വളരെയധികം ഇഫക്റ്റീവാണ്, എസ്പെഷ്യലി ഇൻ ഡെസേർട്ട് ലാൻഡ്സ്. അപ്ലൈയിങ് നാനോ ക്ലേ ഇറ്റ്സ് ചലഞ്ചസ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ചലഞ്ചസ് നാനോ ക്ലേ യൂസ് ചെയ്യുന്നതിലാണ്? The application of nano clay follows a careful process to ensure the soil benefits from its properties. First, the soil is tested to determine the right clay formula. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയല്ല, ഓരോ സാൻഡിനും അല്ലെങ്കിൽ ഓരോ മണ്ണിനും ആവശ്യമുള്ള രീതിയിലാണ് ഈ ക്ലേ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. The liquid is sprayed evenly onto the land before regular irrigation begins. അല്ലേ, അപ്പോൾ ആ എന്താ പറയുക ക്ലേ ലിക്വിഡ് എന്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കും. Within hours, the nanoclay binds with the sand particles, creating a structure that retains water and nutrients. അങ്ങനെ അത് സാൻഡുമായിട്ട്, അതായത് ക്ലേ സാൻഡുമായിട്ട് ചേർന്ന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാവും. അത് ന്യൂട്രിയൻസ് നിറഞ്ഞതും അതുപോലെ തന്നെ വാട്ടർ അല്ലെങ്കിൽ വെള്ളത്തെ ആഗിരണം ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ദാറ്റ് ഈസ് ക്ലേ വിത്ത് സാൻഡ്. Then the biggest challenge in this process is developing the correct clay mixture for different soil types.
പലതരത്തിലുള്ള സോയിലുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ക്ലേ നമ്മൾക്ക് മാറ്റേണ്ടി വരും. അതിൻ്റെ ഫോർമുല: if too little clay is used, it does not improve the soil. If too much is applied, it can create a hard crust that blocks water absorption. കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാലും പ്രോബ്ലമാണ്, കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. Scientists have spent years testing different formulas to ensure the right balance. Another challenge is the cost of nanoclay, making it difficult for small farmers to afford. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വളരെ വലുതാണ്, അതും ഒരു ഡിഫിക്കൽട്ടിയാണ്. Researchers are working on reducing costs and making nanoclay more accessible worldwide. പക്ഷേ ഇപ്പോൾ കുറേ റിസർച്ചുകൾ നടക്കുന്നുണ്ട്, എങ്ങനെ ഈ നാനോ ക്ലേയെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാനോ ക്ലേ വേഴ്സസ് ബയോചാർ ആൻഡ് വെർമിക്യുലൈറ്റ്. അപ്പോൾ എന്താണ് നാനോ ക്ലേ വേഴ്സസ്? നാനോ ക്ലേക്കുള്ള വേറൊരു സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറെ രീതിയിലുള്ള മെത്തേഡാണ് പറയുന്നത്. നാനോ ക്ലേ, ബയോചാർ ആൻഡ് വെർമിക്യുലൈറ്റ് ആർ 3 different methods for improving soil fertility. അതായത് ഇതും രണ്ടെണ്ണം, അതായത് ബയോചാർ ആൻഡ് വെർമിക്യുലൈറ്റും നാനോ ക്ലേ പോലെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് സോയിലിൽ ചേർത്ത് കൊടുക്കുന്ന മെത്തേഡുകളാണ്. Nano clay helps sandy soil hold the water and nutrients, make it suitable for dry areas. It works quickly and lasts for about 5 years before needing reapplication. 5 വർഷം വരെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കിട്ടാനായിട്ട് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നാനോ ക്ലേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും എന്നാണ് പറയുന്നത്. Biochar is made by burning organic material without oxygen. ബയോചാർ ഉണ്ടാക്കുന്നത് ഓക്സിജൻ ഇല്ലാതെ ഓർഗാനിക് മെറ്റീരിയൽസ് ബേൺ ചെയ്തിട്ടാണ്, കത്തിച്ചിട്ട്. ഇറ്റ് ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി ബൈ ആഡിങ് കാർബൺ ആൻഡ് ഹെൽപ്സ് റീറ്റെയിൻ ന്യൂട്രിയൻസ്. അപ്പോൾ നമുക്കറിയാം കാർബൺ അല്ലേ, ഓക്സിജൻ ഇല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അതില്ലെങ്കിൽ കാർബൺ ആണ് ഉണ്ടാവുക, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ന്യൂട്രിയൻ റിച്ച് ആണ്. Unlike nano clay, biochar works best in overused or contaminated soils. Vermiculite is a mineral that expands when heated and can absorb 3 times its weight in water. അപ്പോൾ കൂടുതൽ വെള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്ന വേറൊരു രീതിയിലുള്ള സംഭവമാണ് വെർമിക്യുലൈറ്റ്. അതൊരു മിനറലാണ് ആക്ച്വലി. It helps soil retain moisture that requires mixing into the soil, which can disturb underground ecosystems. അല്ലേ? അപ്പോൾ വെള്ളം ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് മണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയാണെങ്കിലാണ് അവിടെ ചെടികളും പുല്ലുകളൊക്കെ വളരുന്നത്. Then each method has advantages. Nano clay is effective for sandy soils, biochar is great for restoring poor soils, and vermiculite is useful for water retention. അപ്പോൾ നമുക്കറിയാം നാനോ ക്ലേ മരുഭൂമികളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബയോചാർ നഷ്ടപ്പെട്ട ആ ഒരു ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനാണ് ബയോചാർ ഈസ് യൂസിങ്, ആൻഡ് വെർമിക്കുലൈറ്റ് ഈസ് യൂസിങ് ഫോർ വാട്ടർ റിറ്റൻഷൻ. അല്ലേ, കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് കാണിക്കുന്നത്. However, nano clay is expensive, biochar takes time to produce, and vermiculite is not widely available, making their use dependent on local conditions. അല്ലേ, അപ്പോൾ നമുക്കറിയാം നാനോ ക്ലേ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ബയോചാറിനാണെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ വെർമിക്കുലൈറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ലഭ്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് മറികടന്ന് വേണം നമ്മൾ ഈ ഒരു സാധ്യത കണക്കാക്കാനായിട്ട്. Then we have to read the essay questions. The role of nano clay is addressing desertification and food security. Desertification is a major global challenge, causing once fertile land to become dry and unproductive. നമുക്കറിയാം ഒരു കാലത്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനെ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യണം. അതിനൊക്കെയാണ് ഈ ടെക്നോളജി നാനോ ക്ലേ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. This leads to food shortages as farmers struggle to grow crops in poor soil. അത് ഉറപ്പാണ്, ഒരുപാട് കൃഷി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുഡ് ഷോർട്ടേജ് ഇല്ലാതേക്കാം നമുക്ക്. Then nano clay offers a promising solution by helping dry sandy land retain water and nutrients, making it suitable for farming.
അല്ലേ? നാനോക്ലേയിലൂടെ ഇങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. Trials in the UAE have shown that nanoclay has turned barren land into fertile farms, allowing crops like watermelons and millet to grow. അല്ലേ? വാട്ടർമെലോൺസും ക്യാരറ്റൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളർന്നു UAE-യിൽ. This technology can help increase food production in regions suffering from desertification, reducing reliance on food imports and improving food security. അങ്ങനെ ഈ ഡെസേർട്ടുകളുള്ള നാടുകളിൽ അവിടെ മഴയില്ല, അതുപോലെ തന്നെ വെള്ളമില്ല. അപ്പോൾ അവിടെ ഈ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ പറ്റും നമുക്ക്, അല്ലേ? അതായത് ഫുഡ് ഇറക്കുമതി ചെയ്യുന്നത് കുറച്ച് അവിടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ it will increase their food security. However, nanoclay faces challenges. It is expensive, making it difficult for poor farmers to afford. പാവപ്പെട്ടവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. That is the great challenge. The treatment also needs to be reapplied every 5 years, adding to cost. അല്ലേ? അതായത് 5 വർഷം കൂടുമ്പോൾ നാനോക്ലേ അപ്ലൈ ചെയ്യണം. അത് കോസ്റ്റ് അല്ലേ? നാനോക്ലേ ഈസ് വെരി costly. Additionally, large-scale production of nanoclay requires careful management to ensure it does not harm the environment. പ്രകൃതിയെ അത് ദോഷകരമായി ബാധിക്കുന്നില്ലല്ലോ എന്ന് നോക്കിയിട്ട് വേണം അത് കൃഷി ചെയ്യാനായിട്ട്. Researchers are working on reducing costs and improving its long-term effectiveness. അല്ലേ? നമ്മുടെ 5 വർഷമല്ല, അങ്ങനെ കൂടുതൽ കാലത്തേക്ക് ഇതിനെങ്ങനെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക വാട്ടർ റിറ്റൻഷൻ ക്വാളിറ്റി, അല്ലേ? വെള്ളം സംഭരിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഒക്കെ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. In the future, nanoclay could play a key role in sustainable agriculture. Mobile factories that produce nanoclay locally could make it more affordable and widely available. അല്ലേ? അപ്പം നാനോക്ലേന്ന് നമുക്ക് അഫോർഡബിളും വൈഡ്ലി അവൈലബിളും ആക്കാൻ വേണ്ടി റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫാക്ടറീസിൽ. Partnerships with global organizations such as the Great Green Wall Project in Africa could help expand its use. അപ്പോൾ ഇവരുമായിട്ടുള്ള ടൈപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാനോക്ലേ ടെക്നോളജി നമ്മുടെ നാട്ടിലും അപ്ലൈ ചെയ്യാൻ പറ്റും. If these challenges are addressed, nanoclay could transform desert regions into productive farmland, improving global food security and helping millions of people. നമുക്കറിയാം ഈ ടെക്നോളജി വളരെ ഹെൽപ്ഫുൾ ആണ്. ഡെസേർട്ടിനെ നമുക്ക് ഫാംലാൻഡ് ആക്കി മാറ്റാം, ഫുഡ് സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും. 13th one, environmental and economic implications of nanoclay technology. Nanoclay technology has both environmental and economic impacts. On the positive side, it reduces water usage by farming by almost 50%, making agriculture more sustainable in dry regions. Nanoclayക്ക് വില ഉണ്ടെങ്കിലും വെള്ളം കുറയുന്നതിലൂടെ നമുക്ക് ലാഭമുണ്ടാക്കാം. It also helps restore soil fertility without chemical fertilizers, reducing pollution and improving crop quality. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അതിൻ്റെ പൈസയും ലാഭിക്കാം. അതൊന്നും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വാങ്ങേണ്ട പൈസയൊന്നും ചിലവാകുന്നില്ല. By reclaiming desert land for farming, nanoclay can slow down desertification and create greener landscapes. അപ്പോൾ ഡെസേർട്ടുകളില്ലാതെ പച്ചയായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് we can use nanoclay technology. However, there are challenges. Producing nanoclay requires water and energy, which could have environmental consequences if not managed properly. അല്ലേ? നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസസ്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എൻവയറൺമെൻറ്റിനെ ദോഷകരമായി ബാധിക്കുന്ന. Additionally, the technology is expensive with high initial costs that make it difficult for small farmers to afford. ഇപ്പോൾ നമുക്കറിയാം എന്താണ് ചെറിയ തോതിലുള്ള കർഷകരെയൊക്കെ അവർക്കൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. This limits its use in poorer countries where desertification is a major problem. പല പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെ ഡെസേർട്ടിഫിക്കേഷനാണ് അവിടെ ഏറ്റവും പ്രോബ്ലം, ഫുഡ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ അവർക്കൊന്നും പറ്റില്ല ഡ്യൂ ടു ഇറ്റ്സ് എക്സ്പെൻസ്. To make nanoclay more accessible, researchers are exploring ways to lower costs. ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് മെയിൻ ഫോക്കസ് എന്താണ്? അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി.
Mobile nanoclip production units could reduce transportation costs, making it more affordable for local farmers. മൊബൈൽ നാനോക്ലിപ്പ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു കോസ്റ്റ് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടെ കോസ്റ്റ് കുറയും എന്നുള്ളതാണ് അതിൻ്റെ അട്രാക്ഷൻ. Government subsidies and international partnerships could also help expand its use. If these solutions are implemented, nanoclay could become a key tool in sustainable farming, benefiting both the environment and the global economy. നമുക്കറിയാം ഇത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ എൻവയറൺമെൻറ്റിനും അത് വളരെയധികം ഗുണം ചെയ്യും, അതുപോലെ ഗ്ലോബൽ ഇക്കണോമി അല്ലേ, അതായത് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. ഇതൊക്കെയാണ് നാനോക്ലേ ടെക്നോളജിയുടെ കുറേ ബെനിഫിറ്റ്സ്. Okay dears, it's time to wind up, and before winding up I have to tell you something. That is, it's a short video, and while you are watching this video, don't forget to write down notes. Then study those notes very well. Then read the text and watch the documentary once again. Then prepare for the examination very thoroughly. Okay, thank you. Bye-bye.